ഹലോ, ഹായ്. ഞാൻ ഇപ്പോൾ ഇവരുടെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇടുന്നില്ല, 2-3 ദിവസം കൊണ്ട് ഇടുന്നില്ല. പിന്നെ ഇന്നാണ് ഞാൻ വിചാരിച്ച് ഇന്ന് ഇടാമല്ലോ എന്ന് വെച്ചില്ല. ഇവരുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഡെയിലി കാണാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്നും വീഡിയോ ഇടാം. പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയത് കാരണമാണ് ഇടാഞ്ഞത്. പിന്നെ ഞാനാണെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കാണെങ്കിൽ ഞാൻ ചിക്കൻ മേടിച്ച് ഓരോ ദിവസം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർക്ക് ചിക്കൻ മേടിച്ച് കൊടുക്കും. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയും മകളും കൂടെ വന്ന് എന്നെയാണെങ്കിൽ നോക്കി 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 കുഴഞ്ഞ് അമ്മയും മോളും. പിന്നെ അമ്മയും മോളുമായിട്ട് ഇടിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുടെ മക്കളുടെ സ്നേഹം അറിയാമല്ലോ. അങ്ങനെ അമ്മയും മോളുമായിട്ട് സ്നേഹിച്ച് കുഞ്ഞിന് പിന്നെ ഭയങ്കര കുഞ്ഞിൻ്റെയാണ്. സൈറമ്മ കുഞ്ഞിൻ്റെയാ, ഇവിടുത്തെ അമ്മ കുഞ്ഞിൻ്റെ, എല്ലാം കുഞ്ഞിൻ്റെയാ. എല്ലാവരും കുഞ്ഞിൻ്റെ. അങ്ങനെ കുഞ്ഞൻ അമ്മയായിട്ട് വികൃതി കാണിച്ച് അങ്ങനെ കിടക്കുന്നേത്. നോക്കിക്കേ, കുഞ്ഞിൻ്റെ ഇടയ്ക്കാൻ നോക്കിക്കേ. സൈറയും കുഞ്ഞിനും അങ്ങനെ ഭയങ്കര സ്നേഹമാണ്. സൈറ ലൂണിയായിരുന്നു ഒരിടയ്ക്ക്, ഭയങ്കര സ്നേഹം. അതിനിപ്പോൾ വീണ്ടും സൈറ കുഞ്ഞൻ. പിന്നെ ചിങ്കുമണിക്ക് അങ്ങനെ വലുതായിട്ട് സൈറയായിട്ടൊന്നും ചെല്ലത്തില്ല. ചിങ്കുമണിക്ക് എപ്പോഴും സൈറയായിട്ട് ഇടിയാണ്. സൈറയായിട്ട് ഏത് സമയം ഇടിയും. കാരണം സൈറയാണെങ്കിൽ സൈറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവം കയറാൻ സൈറ ചിങ്കുവിനെ ചെന്ന് കടിക്കും. അങ്ങനെയൊക്കെ. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, സൈറ വെന്തില്ലേ ഇതുവരെ ഞങ്ങൾക്ക് തരാനായില്ലേന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് സൈറയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടത്. ഇടയ്ക്ക് വന്ന് എന്നെ നോക്കുന്നതൊക്കെ ഉണ്ട്. ചിങ്കുവാടി, ചിങ്കുവിനെ വിളിക്കുന്നത് കുഞ്ഞിന് ഇഷ്ടമാണ്. ചിങ്കുവാടി, ഇവിടെ ഇരിക്കുക. ലൂണിനാണ് ഞാൻ കെട്ടിയിട്ടേക്കുവാ. ചേട്ടാ, ലൂണിനെ നഴിച്ചു വിട്ടേ. കുഞ്ഞൻ കേടാണ്. എല്ലാവരും അങ്ങോട്ട് ലൂണി കടിച്ച കാര്യം കുഞ്ഞനാണെങ്കിൽ സൈറയുടെ ചെന്നിരുന്ന് പറഞ്ഞു കൊടുക്കുക. ലൂണി എന്നെ കടിച്ചമ്മയെന്നൊക്കെ ചെന്നിരുന്ന് പറഞ്ഞു കൊടുക്കുവാണ്. അവർക്കും ഇല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമ്മൾ നമ്മുടെ അമ്മയോട് ചെന്ന് പറയുന്ന കണക്കാം. കുഞ്ഞിനും ചെന്നിരുന്ന് വലിയ ഗമയിൽ പറഞ്ഞു കൊടുക്കുന്നു, അമ്മയെ എന്നെ ആ ലൂണി കടിച്ചമ്മയെന്ന് പറയുന്ന കണക്കാം. അതാണ് ഇവിടുത്തെ പിള്ളേരുടെ സ്വഭാവം. സൈറയാണെങ്കിൽ കുറേ നേരം ഇടിയൊക്കെ വെച്ചു. സൈറ നിങ്ങൾ ആരും പറയുന്ന കണക്കല്ല. സൈറയ്ക്ക് വികൃതിയും ഉണ്ട്. ഇടയ്ക്കാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. തന്നെ ഇവിടുത്തെ ഒന്ന് കതക് തുറന്നു വിടുവാണെങ്കിൽ അവളങ്ങ് ഓടിച്ചെല്ലും. അതാണ് സൈറ. എല്ലാവരും പറയും സൈറ പാവമൊന്നുമല്ല. പിന്നെ കുഞ്ഞിനും വന്ന് എൻ്റെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വന്ന് എൻ്റെ അടുക്ക നോക്കുന്നുണ്ട്, എന്താ ഞങ്ങൾക്കൊന്നും റെഡി ആയില്ലേ എന്നുള്ളൊരു മട്ടിൽ. സൈറ വിശന്ന് കിടന്ന് കുഴഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരിക്കുക. അതാണ് സൈറയ്ക്കിൽ. ഇടയ്ക്ക് തോന്നും, അയ്യോ പാവം. ചില വീഡിയോയിലൊക്കെ കാണുന്നിട്ട് നിങ്ങൾ വിചാരിക്കും, അയ്യോ സൈറ പാവമാണ്, നിങ്ങൾ അങ്ങനെ സൈറയെ മൈൻഡ് ചെയ്യാത്തതൊന്നുമില്ല. സൈറേനെ മൈൻഡ് ചെയ്യുന്നുണ്ട്. സൈറയാണ് നമുക്ക് ആദ്യം വന്നത്. നമുക്ക് അവളോട് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ കുഞ്ഞുങ്ങളല്ല. ഇപ്പോൾ ഇവർക്ക് 8 മാസമായി. എന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടി വരുമ്പോൾ അവരാണ് ഓടിച്ചെന്ന് അമ്മയുടെ ദേഹത്തോട്ട് ചാടി കയറുന്നത്. മനസ്സിലായോ? ഭയങ്കര സ്നേഹമാണ് അവർക്ക്. പ്രത്യേകിച്ച് ഇവരെല്ലാവരെയും വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ കുഞ്ഞാപ്പൂവിനൊരു പ്രത്യേക സ്നേഹം അമ്മയുടെ. കുഞ്ഞിനെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കാര്യം പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട്. കുഞ്ഞിനാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം കുഞ്ഞിന് ചിങ്കുവിനെ അടുത്ത് വിളിക്കാൻ പറ്റില്ല. ചിങ്കുവിനെ വിളിച്ചാൽ പറഞ്ഞാൽ കുഞ്ഞിന് ഓടി വരും. അങ്ങനെ ചിങ്കു അടുത്ത് വരുന്നതൊന്നും ഇഷ്ടമല്ല. സൈറയാണെങ്കിൽ ഇങ്ങനെ മാറി കിടക്കുക, കുറേ നേരമായിട്ട് കിടന്നിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യം. അത് കാരണമാണ് കുഞ്ഞിന് കൂടുതലും ഞാൻ ഇതിനകത്തിടുന്ന കുഞ്ഞിൻ്റെ വീഡിയോ. കാരണം ഒട്ടുമിക്കതും കിട്ടുന്ന കുഞ്ഞിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ കിട്ടുന്നത്. പക്ഷെ നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന കണക്കല്ല. നമുക്ക് എല്ലാവരും ഒരേ കണക്കാണ്. ഞാൻ എല്ലാവർക്കും എന്തെങ്കിലും എപ്പോഴും ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കൂടുതൽ ഇവരെ കെട്ടിയിടുന്നതെന്ന് വെച്ചാൽ, കെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോയാൽ കടൽ, പിന്നെ അങ്ങോട്ട് റോഡ്. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കഴിഞ്ഞാൽ ഇവരെ കിട്ടത്തില്ല. ഈ ഒരു സമയമെന്ന് വെച്ചാൽ ഇവർ അങ്ങ് ഓടിപ്പോകുന്ന സമയം, നന്നായിട്ട് ഓടിപ്പോകും. നമുക്ക് ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കിവരെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് കതകൊക്കെ തുറന്ന്, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കതക് തുറന്നിടാതിട്ട് ഇവരെ കുറച്ച് നേരം കെട്ടിയിടുന്ന. നമ്മൾ കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിവർ കുരുങ്ങുന്ന രീതിയിലല്ല. നമ്മളിവിടെ തന്നെ കാണും, എല്ലാവരും ഇവിടെ തന്നെ കാണും. വേറെ എങ്ങോട്ടും പോകുന്നില്ല. കെട്ടിയിടുന്നതേ ഉള്ളൂ. ഓടാതിരിക്കാൻ കെട്ടിയിടുന്നതാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല.
കുഞ്ഞിക്കിളിയേ പാവക്കുട്ടാ കുഞ്ഞുംകുട്ടാ സൊട്ട സൈറക്കിളി ഇങ്ങോട്ട് വന്നേ. ചിങ്കുവാടി ചിങ്കാ ഇവിടെ കിടന്നേ സാറേ. പിന്നെ വീഡിയോ അപ്പോൾ സൈറയുടെ മക്കളുടെ സ്വഭാവമൊക്കെ ഒരുവിധം മനസ്സിലായല്ലോ. സൈറ ഈ പാവാന്ന് പറഞ്ഞവർക്ക് സൈറ ഭയങ്കര വികൃതിക്കാരിയാണ്. സൈറ ഇങ്ങനെയാണ്. സൈറ ഇച്ചിരി അഹങ്കാരിയാണ്, ഇച്ചിരി വികൃതിക്കാരിയാണ്, നല്ല പാവമാണ്. സൈറ മക്കളെ ഇനി ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതേപോലത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടാറ്റാ.